കായംകുളം കൊച്ചുണ്ണി കേരളത്തിന്റെ റോബിൻഹുഡ്. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന കായംകുളത്ത് ജീവിച്ചിരുന്ന ഒരു വീരനായകനും ധീരനായ കള്ളനുമായിരുന്നു കായംകുളം കൊച്ചുണ്ണി. ദരിദ്രമായ ഒരു മുസ്ലിം കുടുംബത്തിലാണ് കൊച്ചുണ്ണി ജനിച്ചത്. കടുത്ത ദാരിദ്ര്യവും അന്നത്തെ സമൂഹത്തിലെ അസമത്വവുമാണ് അദ്ദേഹത്തെ മോഷണത്തിലേക്ക് നയിച്ചത്. കൊച്ചുണ്ണി ഒരു സാധാരണ കള്ളനായിരുന്നില്ല. സമ്പന്നരിൽ നിന്നും അന്യായമായി ധനം കുന്നുകൂട്ടുന്നവരിൽ നിന്നും മാത്രം മോഷ്ടിച്ച് ആ സമ്പത്ത് പാവപ്പെട്ടവർക്കും അശരണർക്കും നൽകിയതിലൂടെ അദ്ദേഹം ജനകീയനായി. അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിന്റെ റോബിൻഹുഡ് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. കൊച്ചുണ്ണിയുടെ സാഹസിക കൃത്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയായ മറ്റൊരു പ്രശസ്തയായ കള്ളനായ ഇത്തിക്കര പക്കി കൂടെയുണ്ടായിരുന്നു. ഇവരുടെ മോഷണ കഥകൾ കേരളത്തിൽ തലമുറകളായി പ്രചരിക്കുന്നു. കള്ളനാണെങ്കിലും സ്ത്രീകളെയോ കുട്ടികളെയോ പാവപ്പെട്ടവരെയോ ദ്രോഹിക്കുന്നവരെ കൊച്ചുണ്ണി വെറുത്തിരുന്നു. അദ്ദേഹം മോഷ്ടിക്കുന്നതിന് ഒരു പ്രത്യേക നീതിശാസ്ത്രമുണ്ടായിരുന്നു. കൊച്ചുണ്ണിയെ പിടികൂടാൻ അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന ടി മാധവറാവു ശക്തമായ ശ്രമങ്ങൾ നടത്തി. ഒരു തവണ തന്റെ കാമുകി വഴി കൊച്ചുണ്ണി ചതിയിൽപ്പെട്ടെങ്കിലും അദ്ദേഹം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒടുവിൽ ധീരനായ വീരയോദ്ധാവായ ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊച്ചുണ്ണിയെ സാഹസികമായി പിടികൂടി തിരുവിതാംകൂർ ഭരണകൂടത്തിന് കൈമാറി. കൊച്ചുണ്ണിയുടെ അന്ത്യത്തെക്കുറിച്ച് ചരിത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അദ്ദേഹം ജയിലിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ് പൊതുവായി അംഗീകരിക്കപ്പെട്ട ഒരു ഐതിഹ്യം. എന്നാൽ അദ്ദേഹം ജയിൽ ചാടി ഒളിവിൽ പോവുകയും പിന്നീടുള്ള കാലം സാധാരണക്കാരനായി ജീവിച്ച് രോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തു എന്നും വിശ്വസിക്കുന്നവരുണ്ട്. കൊച്ചുണ്ണി ഇന്നും കേരളീയരുടെ മനസ്സിൽ ധീരതയുടെയും സാമൂഹ്യ നീതിക്കു വേണ്ടി നിലകൊണ്ടവന്റെയും പ്രതീകമായി നിലനിൽക്കുന്നു.